ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരിക്കലേക്കല്ല, നമ്മുടെ സ്വന്തം പുത്തമ്പള്ളിയിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ഈ തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ വികാരങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. അത് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ മാതാവിൻ്റെ ബസിലിക്കയിലെ തിരുനാൾ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ഞാൻ ഇതുപോലെ പുത്തമ്പള്ളിയിൽ ഒന്ന് റീൽസ് ഇടുമ്പോൾ എന്നോട് ചോദിക്കും, ഇത് എവിടെയാണ് പള്ളി, ഏതാ പള്ളി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ കുറേ പേർക്ക് തൃശ്ശൂർ പൂരം തന്നെ അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലല്ലാത്ത കുറേ പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വിശേഷം നിങ്ങളെല്ലാവരും അറിയിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന നവംബർ 22, 23, 24, 25 ദിവസങ്ങളിൽ മറക്കാതെ എല്ലാവരും തൃശ്ശൂർ പുത്തമ്പള്ളി പെരുന്നാളിന് വരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് നിറയെ ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ലോണം ട്രാഫിക് ബ്ലോക്ക് ഉള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ബ്ലോക്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പേ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ വണ്ടി വെച്ചിട്ട് നടന്നു വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ബ്ലോക്ക് കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു കണ്ണാടിക്കൂട് കാണിച്ചു തന്നില്ലേ, അതാണ് നമ്മുടെ അരളിക്ക് ഇരിക്കുന്ന ഭാഗം. ആ ഭാഗത്ത് പോയി ക്യാമറ വെച്ച് ആ ഒരു പരിശുദ്ധമായ സ്ഥലം അശുദ്ധമാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ അതിന് പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, നവംബർ 22, 23, 24, 25 ദിവസങ്ങൾ എല്ലാവർക്കും തിരുനാളാശംസകൾ.